ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും തയ്യാറാക്കാൻ പറ്റിയ ഹൈ പ്രോട്ടീൻ ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയുമായാണ്. ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കംപ്ലീറ്റ് മീലായിട്ടോ ലൈറ്റ് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഫുഡ് കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹെൽത്തി റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. ചിയ സീഡ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ വെയിറ്റ് ലോസിനും ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ്. ഒരാൾക്ക് ഡെയിലി 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് വരെ കഴിക്കാവുന്നതാണ്. അതിൽ കൂടാനും പാടില്ല. നന്നായി മിക്സ് ചെയ്ത ചിയ സീഡ്സ് ഇനി 10 മുതൽ 15 മിനിറ്റ് വരെ സോക്ക് ചെയ്യാനായി മാറ്റിവെക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ റോൾഡ് ഓട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർക്കും ഗ്യാസ് ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഒന്നുകിൽ റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ സോക്ക് ചെയ്തോ ഓട്സ് കഴിക്കാവുന്നതാണ്. ചൂടാറിയ ഓട്സ് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തയ്യാറാക്കിയ ഓട്സ് മിക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള റോബസ്റ്റ പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫാസ്റ്റ് വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് റോബസ്റ്റ പഴവും അല്ലാത്തവർക്ക് സാദാ പഴവും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് സോക്ക് ചെയ്ത ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്യൂവും എടുക്കാവുന്നതാണ്. ഇനി മധുരത്തിന് ആവശ്യമായ ഒരു ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അല്പം പ്രൊബയോട്ടിക് ഒക്കെ കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീക്ക് യോഗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ള 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത ഓട്സ് മിക്സ് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ സോക്ക് ചെയ്ത ചിയ മിക്സ് കൂടെ ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ഓട്സ് ചിയ സീഡ്സ് ഇനി റെഫ്രിജറേറ്ററിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ചിയ സീഡ്സും ഓട്സും ഡബിളായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ടോപ്പിങ്ങിനായിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പകുതി ആപ്പിൾ കട്ട് ചെയ്തതാണ്. ഇനി അല്പം ഫ്ലേവറൊക്കെ വേണ്ടിയവർക്ക് കുറച്ച് സിന്നമൺ പൗഡറോ കുറച്ച് ഹണിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് ക്രഞ്ചിനെസ്സിനായിട്ട് കുറച്ച് പംകിൻ സീഡ്സും കുറച്ച് ബ്ലാക്ക് റേസിൻസും കുറച്ച് റോസ്റ്റ് ചെയ്ത ഓട്സ് കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഡൈജഷൻ ഒന്ന് സ്മൂത്ത് ആകാനും ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നല്ലൊരു ഗട്ട് ഹെൽത്തിനും ദിവസം മുഴുവൻ എനർജി ആയിട്ടിരിക്കാനും കംപ്ലീറ്റ് മീല് കൂടിയാണ്. ഓട്സും ചിയ സീഡ്സും വെച്ചിട്ട് ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.